ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കൺട്രോൾ സിസ്റ്റംസിൻ്റെ കണ്ടിന്യൂഷൻ ടോപ്പിക്സ് ആണ്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഹാസ് ഗോട്ട് വെരി സിഗ്നിഫിക്കൻസ് ഇൻ യുവർ സ്റ്റഡീസ്. ഓക്കെ, നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ സ്റ്റഡീസിൻ്റെ പാർട്ടിലെ വെരി ഇമ്പോർട്ടൻ്റ് ഒരു സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആക്ച്വലി ഈ ടോപ്പിക്ക് നമ്മൾ ഇനി വരുന്ന അങ്ങോട്ടേക്കുള്ള നമ്മുടെ ഡിസ്കഷനുകളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതായിരിക്കും. അതിൻ്റെ പേരാണ് സ്റ്റെബിലിറ്റി. ഓക്കെ, നമ്മൾ സ്റ്റെബിലിറ്റിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ സ്റ്റെബിലിറ്റിൻ്റെ കൺസെപ്റ്റ്സിനെ കുറിച്ച് ചെറിയൊരു ധാരണ വേണം. അതിന് ശേഷമാണ് നമ്മൾ സ്റ്റെബിലിറ്റിയിലേക്ക് കടക്കുക. ഓക്കെ, അപ്പം ഹെഡിങ് കൊടുക്കുക, സ്റ്റെബിലിറ്റി. ഓക്കെ, അപ്പം സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന സാധനം നമുക്കറിയാം. നമ്മളൊരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ഒരു സിസ്റ്റത്തിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഹാപ്പൻ ചെയ്തു. അപ്പോൾ ഒരു സിസ്റ്റം ഡിസ്റ്റർബ്ഡായി, ഏതിൽ നിന്ന് ഡിസ്റ്റർബായി, നമ്മുടെ ഒറിജിനൽ സ്റ്റേറ്റിൽ നിന്ന് സിസ്റ്റം ഡിസ്റ്റർബായെന്ന് വിചാരിക്കുക. അങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയ ഒറിജിനൽ സ്റ്റേറ്റിൽ നിന്ന് പിന്നെ തിരിച്ച് അതേ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള സിസ്റ്റങ്ങളെയാണ് നമ്മൾ സ്റ്റേബിൾ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ശരിയല്ലേ? അപ്പം നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ കേസിൽ നമ്മൾ സ്റ്റെബിലിറ്റി ഓഫ് ആൻ LTI സിസ്റ്റമാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, LTI മീൻസ് ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റങ്ങളാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ലീനിയർ ടൈം ഇൻവേരിയൻറ്റ്, ലീനിയർ സിസ്റ്റവും ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റവും ഒക്കെ നമ്മൾ കൂടുതലായി നമ്മൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് പഠിക്കുമ്പോൾ അനലൈസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ആ സിസ്റ്റംസിനെ കുറിച്ച്, സിഗ്നൽസിനെ കുറിച്ചും സിസ്റ്റത്തിനെ കുറിച്ചും കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അതിന് സിഗ്നൽസ് എടുക്കുമ്പോൾ ക്ലിയർ ആക്കി തരാം. അപ്പം ഈ സ്റ്റെബിലിറ്റി ഓഫ് എൻ LTI സിസ്റ്റത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, if a system produces bounded output, ശ്രദ്ധിക്കുക, വെറുതെ ഉള്ള ഔട്ട്പുട്ട് അല്ല, ബൗണ്ടഡ് ഔട്ട്പുട്ട് ഫോർ എവരി ബൗണ്ടഡ് ഇൻപുട്ട്. വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു സിസ്റ്റം ബൗണ്ടഡ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. ഇപ്പോൾ ഒരു ബൗണ്ടഡ് ഇൻപുട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള സിസ്റ്റത്തിനാണ് നമ്മൾ സ്റ്റേബിൾ സിസ്റ്റം എന്ന് പറയും. എന്താണ് ഒരു ബൗണ്ടഡ് സിഗ്നൽ? എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ബൗണ്ടഡ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സിഗ്നൽ വിച്ച് ഈസ് ഫൈനൈറ്റ് അറ്റ് എവറി പോയിന്റ് ഓഫ് ടൈം. ദ സിഗ്നൽ വിച്ച് ഈസ് ഫൈനൈറ്റ് അറ്റ് എവറി പോയിന്റ് ഓഫ് ടൈം. അതായത് ഫൈനൈറ്റ് ഇൻ ദ സെൻസ് എന്താണ് മീനിങ് ചെയ്യുന്നത്? അതായത് നമ്മുടെ ഒരു സിസ്റ്റം ഒരു സിഗ്നൽ എടുത്തു കഴിഞ്ഞാൽ ആ സിഗ്നലിന് ഒരു നിശ്ചിത ഹൈറ്റ് ഉണ്ടാവണം. ഓക്കെ, ഒരു നിശ്ചിത ഹൈറ്റ് ഉണ്ടാവുന്ന മീൻസ് അത് എങ്ങോട്ടേക്ക് ടെൻഡ് ചെയ്യാൻ പാടില്ല, ഇൻഫിനിറ്റിലേക്ക് പോകാൻ പാടില്ല. ഒരു പ്രിസ്ക്രൈബ്ഡ് ഹൈറ്റ് അതിനുണ്ടാവണം. ആ ഹൈറ്റിൻ്റെ ഉള്ളിൽ മാത്രമേ നിൽക്കാൻ വേണ്ടി പാടുള്ളൂ. അല്ലാണ്ട് ഇൻഫിനിറ്റിയിലേക്ക് പോയാൽ നമ്മൾ ആ സിസ്റ്റത്തിന് അൺബൗണ്ടഡ് ആവും. ഓക്കെ, അത് നമ്മൾ വിചാരിക്കുന്ന ബൗണ്ടറിയിൽ നിൽക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ കൺസിഡർ ചെയ്തോളൂ. വിചാരിക്കുന്ന ബൗണ്ടറിയിൽ നിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ അതിന് അൺബൗണ്ടഡ് എന്നും, നമ്മൾ വിചാരിക്കുന്ന ആ ഒരു റീജിയണിൽ നിൽക്കുവാണെങ്കിൽ നമുക്കതിനെ ബൗണ്ടഡ് എന്ന് പറയാം. അതാണ് സിഗ്നൽ എന്തായിരിക്കണം? ഫൈനൈറ്റ് ആവണം. ഓക്കെ, അത് ഹൈറ്റ് ഇൻഫിനിറ്റിയിലേക്ക് പോകില്ല. അപ്പോൾ ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ എന്തായിട്ട് മാറും? അൺബൗണ്ടഡ് സിസ്റ്റമായിട്ട് മാറും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ സ്റ്റെപ്പ് ഇൻപുട്ട് എടുക്കുക. സ്റ്റെപ്പ് ഇൻപുട്ട് നമുക്ക് ഇതല്ലേ സ്റ്റെപ്പ്? ഇതല്ലേ നിങ്ങളെ സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് പറയുന്നത് അല്ലേ? ഇത് ബൗണ്ടഡ് ആണോ അൺബൗണ്ടഡ് ആണോ? നിങ്ങൾ നോക്കുക, ഇതിൻ്റെ ഹൈറ്റ് എന്താ മീൻസ് ഇത് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ, ഒരിക്കലും ടെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇത് എന്താ പറയാം? ബൗണ്ടഡ് സിഗ്നൽ എന്ന് പറയാം. നിങ്ങളൊരു റാമ്പ് എടുക്കൂ. ഇതല്ലേ റാമ്പ് സിഗ്നൽ? ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് ഇത് എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നത്. അതായത്
R of t is tending to infinity. This type is called as your unbounded signals. ഇതാണ് ബൗണ്ടഡ് സിഗ്നലും അൺബൗണ്ടഡ് സിഗ്നലും. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മുടെ ബൗണ്ടഡ് അൺബൗണ്ടഡ്. അപ്പോൾ ഇതുപോലെ ബൗണ്ടഡ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക ഒരു ഫൈനൈറ്റ് വാല്യൂ ആണ്. അൺബൗണ്ടഡ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക അതൊരു ഇൻഫൈനൈറ്റിലേക്ക് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് സിഗ്നൽ ആയിരിക്കും അൺബൗണ്ടഡ്. ഓക്കെ, സോ അതാണ് നമ്മുടെ ബൗണ്ടഡ് അൺബൗണ്ടഡ്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇനി ഓക്കെ, ഈ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇപ്പോൾ സിസ്റ്റവും സിഗ്നലും നമ്മളുടെ വ്യത്യാസം എന്ന് വെച്ചാൽ സിസ്റ്റം നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യുക വെച്ചാൽ സിസ്റ്റത്തിനെയാണ് നമ്മൾ സ്റ്റേബിൾ ഓർ അൺസ്റ്റേബിൾ എന്ന് പറയാം. അതായത് നമ്മുടെ സിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു സ്റ്റേബിൾ സിസ്റ്റം അൺസ്റ്റേബിൾ സിസ്റ്റം. പക്ഷേ ഒരു സിഗ്നൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഇതൊരു ബൗണ്ടഡ് സിഗ്നൽ ആണോ അൺബൗണ്ടഡ് സിഗ്നൽ ആണോ എന്നുള്ള ലെവലിലാണ്. ഓക്കെ, അതാണ് അതിൻ്റെ ചെറിയൊരു വ്യത്യാസം. അതായത് നമ്മുടെ സൈൻ ഫംഗ്ഷൻ എന്താണ്? ബൗണ്ടഡ് ആണ്. അതിൻ്റെ കാരണം എന്താ? അത് -1ന്റെയും 1ന്റെ ഇടയിലുള്ള വാല്യൂസ് ആണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനെന്ത് വിളിക്കാം? ഒരു ബൗണ്ടഡ് സിഗ്നൽ എന്ന് വിളിക്കാം. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇനി നമ്മളിതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ റെസ്പോൺസ് എന്നുള്ളത് കാണാൻ വേണ്ടി പോവാണ്. യു ആർ കൺസിഡറിങ് സിഗ്നൽ R of t. നിങ്ങളൊരു R of t കൺസിഡർ ചെയ്യുന്നു. ഇതാണ് നിങ്ങളുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ C of t. ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലെങ്കിൽ നമ്മളതിന് പറയാം ഇമ്പൾസ് റെസ്പോൺസ് അല്ലേ, ഇമ്പൾസ് റെസ്പോൺസ്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ പറഞ്ഞാൽ ഇമ്പൾസ് റെസ്പോൺസ്. ഇതിൻ്റെ ലാപ്ലാസിന് ഇമ്പൾസ് റെസ്പോൺസ് അല്ലേ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടുന്നത്. അപ്പോൾ അത് ഇമ്പൾസ് റെസ്പോൺസ്. ഇപ്പോൾ ടീലായതുകൊണ്ട് നമ്മൾ ഇമ്പൾസ് റെസ്പോൺസ് വിളിക്കുന്നു. അപ്പോൾ C of t എന്ന് പറഞ്ഞാൽ നമ്മൾ കൺവല്യൂഷനാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ സാധാരണ അല്ല, നമ്മൾ കൺവല്യൂഷനാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ പുതിയൊരു കൺസെപ്റ്റാണ് വരുന്നത്. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു R of t ഇൻറ്റു C of t, സോറി H of t. ശരിയാണല്ലോ. യു ആർ കൺസിഡറിങ് എ ലിമിറ്റ്. നമ്മൾ ലിമിറ്റ് കൺസിഡർ ചെയ്യുകയാണ്. -∞ മുതൽ ഇൻഫിനിറ്റി R of τ, ടൈമിന് പകരം τ, ഇൻറ്റു H of τ ഇൻറ്റു d τ. ഇതാണ് C of tൻ്റെ ഫോർമുല. അതായത് നിങ്ങളിപ്പോൾ R of t കൺവല്യൂഷൻ H of t എന്ന് പറഞ്ഞാൽ ഫോർമുല വിൽ ബി -∞ to infinity R of τ H of τ d τ എന്നാണ് എഴുതുക. ഓക്കെ, സിഗ്നൽസിൽ നിങ്ങൾ ക്ലിയർ ആവും കുറച്ചും കൂടി. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റൈറ്റ് ചെയ്യുക. ഓക്കെ, ഇതിനെ വേണം നമുക്ക് ഇങ്ങനെയും മാറ്റി എഴുതാം. -∞ to infinity H of τ ഇൻറ്റു R of t മൈനസ് τ dz എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, R of ഇതിന് ഈ ടോനെ മാറ്റിയിട്ട് നമുക്ക് H of τ R of t മൈനസ് τ d τ എന്നും നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒരു C of tൻ്റെ ഫോർമുലയാണ്, അവർ രണ്ട് സിഗ്നൽ കൺവല്യൂഷൻ ചെയ്താലുള്ള ഫോർമുലയാണ് ഇത്. ഫോർമുല പഠിച്ചു വയ്ക്കുക. യുവർ ഇൻപുട്ട് ഈസ് ബൗണ്ടഡ് അല്ല, നമ്മുടെ ഇൻപുട്ട് ഇപ്പോൾ ബൗണ്ടഡ് ആണ്. നൗ ഇൻപുട്ട് ഈസ് ബൗണ്ടഡ്. അപ്പോൾ ഇൻപുട്ട് ബൗണ്ടഡ് ആവുന്ന സമയത്ത് വി ആർ കൺസിഡറിങ് ആൻ R of t ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ഫോർ എവരി t. ഇങ്ങനെ ചെയ്യുന്നത് ഫോർ ഓൾ t എന്നാണ് ഇതിൻ്റെ കൺസിഡറേഷൻ. വേർ നിങ്ങളുടെ m എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മാക്സിമം വാല്യൂ. ഓക്കെ, m എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പം R of t അല്ല R of τ ലെസ് ദാൻ ഓർ ഈക്വൽ ടു m. m എന്ന് പറയുന്നത് നമ്മുടെ മാക്സിമം വാല്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ജനറൽ ഇക്വേഷൻ ഒന്നുകൂടി എഴുതാണ്. C of t equal to -∞ to infinity H of τ into R of t minus τ into d τ. ഓക്കെ, ഇതിന് ഞാൻ മോഡുലസ് എടുക്കുകയെന്ന് വിചാരിക്കും. മോഡുലസ് എടുത്തു. അപ്പോൾ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? ഇപ്പോൾ സപ്പോസ് നിങ്ങളൊരു സിഗ്നൽ ഒരു 3 - 5 ആണെന്ന് വിചാരിക്കും. ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 3 - 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -2 മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ 2. ഇതിനെ നിങ്ങൾ മോഡുലസ് ഓഫ് 3 പ്ലസ് മൈനസ് മോഡുലസ് ഓഫ് 5, അതായത് രണ്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അപ്പോൾ എത്ര കിട്ടി? മോഡുലസ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ 3ഉം മോഡുലസ് ഓഫ് -5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. അപ്പോൾ എത്ര കിട്ടി? 8. അതായത് ഇതിനെ നിങ്ങൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് സം എന്ന് വിളിക്കും. അതായത് ഇതിനെ ഈ കിട്ടിയ വാല്യൂ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് സം. അതായത് ഈ രണ്ട് വാല്യൂവിൻ്റെയും മാഗ്നിറ്റ്യൂഡിനെ സം ചെയ്തത്. ഇതെന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ മാഗ്നിറ്റ്യൂഡ്, അതായത് ഇൻഡിവിജ്വൽ ഓരോ വാല്യൂസ് എടുത്ത് മാഗ്നിറ്റ്യൂഡ്. എന്താ നിങ്ങളുടെ ഇൻഫറൻസ്?
ഇൻഫറൻസ് എന്താണ്? ഇത് ചെറുതാണ് കമ്പയർഡ് ടു യുവർ ഇത്, അതായത് ഇത് വലുതാണ്. സം ഓഫ് മാഗ്നിറ്റ്യൂഡുകളായിരിക്കും ഗ്രേറ്റർ വെൻ കമ്പയർഡ് ടു യുവർ മാഗ്നിറ്റ്യൂഡ് ഓഫ് സം. ശരിയല്ലേ? അതൊന്നും ഇവിടെ എഴുതി വെക്കുക. മാഗ്നിറ്റ്യൂഡ് ഓഫ് സം ഈസ് ലെസ് ദാൻ സം ഓഫ് മാഗ്നിറ്റ്യൂഡ്. ശരിയല്ലേ? മാഗ്നിറ്റ്യൂഡ് ഓഫ് സം എന്ന് പറയുന്നത് നമ്മുടെ ഏതാണ് ഈ കേസിൽ? സി ഓഫ് ടി അല്ലേ? ശരിയല്ലേ? അപ്പോൾ ജസ്റ്റ് അതൊന്നുകൂടി നമുക്ക് എഴുതാം. സി ഓഫ് ടി നമുക്ക് എന്ത് പറയാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എച്ച് ഓഫ് ഡോ ആർ ഓഫ് ടി മൈനസ് ഡോ ഡി ഡോ. ശരിയല്ലേ? ഇത് നമുക്ക് ഇങ്ങനെ മാറ്റിയത് നമ്മൾ അതാണ് ഇപ്പോൾ പറഞ്ഞത്. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് ഓഫ് ഡോ ഇൻറ്റു ആർ ഓഫ് ടി മൈനസ് ഡോ ഡി ഡോ. നമുക്ക് ഇൻഡിവിജ്വലി നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ പ്രശ്നം എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ പ്ലസ് എന്നൊന്നും ഇടാത്തത്? ഇൻ്ററേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അഡീഷൻ അല്ലേ? അപ്പോൾ പിന്നെ നമ്മളത് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എഴുതിയാലും മതി. ഇൻ്ററേഷൻ സമ്മേഷൻ ആണല്ലോ. ഓക്കെ, അപ്പോൾ യു ക്യാൻ സ്പ്ലിറ്റ് ആൻഡ് റൈറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, എങ്ങനെയാണ് റൈറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടിയാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് സം വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം ഓഫ് മാഗ്നിറ്റ്യൂഡ്സ്. ഇതൊരു മാഗ്നിറ്റ്യൂഡ്, ഇതൊരു മാഗ്നിറ്റ്യൂഡ്. അതിൻ്റെ സമ്മിൻ്റെ സം എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓഫ് യുവർ മാഗ്നിറ്റ്യൂഡ് ഓഫ് സം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം ഇത് ആർ ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ എവരി ടി. ഓക്കെ, അങ്ങനെയാവുമ്പോൾ ഈ എം എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം വാല്യൂ ആണ്. അപ്പോൾ ആർ ഓഫ് ടി മൈനസ് ടോ ആയാലും ഈ എമ്മിനെ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം മാക്സിമം വാല്യൂ ആണ് നമ്മളിവിടെ എടുക്കുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് ഓഫ് ടോ ഇൻറ്റു എം ഇൻറ്റു ഡി ഡോ അല്ലേ? ഈ എം ഒരു മാക്സിമം വാല്യൂ ആണ്. മാക്സിമം വാല്യൂ ഇപ്പോൾ സപ്പോസ് ഒരു കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ ആ കോൺസ്റ്റന്റിനെ അവിടെ നിർത്തുക. ബാക്കി എന്താണ് അതിൽ വാല്യൂ വരിക? മോഡുലസ് ഓഫ് ടി വിൽ ബി ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് ഓഫ് ടോ ഡി ഡോ. ശരിയാണല്ലോ? ഇതാണ് നിങ്ങളുടെ ഔട്ട്പുട്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇങ്ങനെയായിരിക്കണം നിങ്ങളുടെ ഔട്ട്പുട്ട്. ഇനി ഈ വാല്യൂ എന്ന് പറയുന്നത്, അതായത് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എച്ച് ഓഫ് ഡോ ഡി ഡോ എന്ന് പറയുന്ന വാല്യൂ വിൽ ബി ഫൈനൈറ്റ്. അതായത് നിങ്ങളെ സി ഓഫ് ടി വിൽ ബി ഫൈനൈറ്റ് ഇഫ് എപ്പോഴാണ് ഫൈനൈറ്റ് ആവുക? നിങ്ങളെ സി ഓഫ് ടി എപ്പോഴാണ് ഫൈനൈറ്റ് ആവുക? ഈ വാല്യൂ ഫൈനൈറ്റ് ആവുമ്പോഴാണ് ഇത് എന്താവുള്ളൂ? ഫൈനൈറ്റ് ആവുള്ളൂ. അപ്പോൾ സി ഓഫ് ടി വിൽ ബി ഫൈനൈറ്റ് ഇഫ് minus infinity to infinity h of dou d dou is finite. ക്ലിയർ? ഇതാണ് നിങ്ങളുടെ സ്റ്റെബിലിറ്റിൻ്റെ ആദ്യത്തെ കണ്ടീഷൻ. ഓക്കെ, ദിസ് ഷുഡ് ബി ദ കണ്ടീഷൻ ഫോർ യുവർ സ്റ്റെബിലിറ്റി. എന്ത്? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് ഓഫ് ഡോ ഡി ഡോ. ഇനി ക്ലിയർ? അതാണ് നമ്മളുടെ കണ്ടീഷൻ. ഇഫ് സപ്പോസ് ദിസ് കണ്ടീഷൻ ഇസ് സാറ്റിസ്ഫൈഡ്, നമുക്ക് ആ സിസ്റ്റം എന്താണെന്ന് പറയാം. അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് സിസ്റ്റം എന്താണെന്ന് പറയാം? ദ സിസ്റ്റം ഈസ് ബൗണ്ടഡ്, ഗെറ്റിംഗ് ബൗണ്ടഡ് ഔട്ട്പുട്ട്. ബൗണ്ടഡ് ഔട്ട്പുട്ട് കിട്ടും എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ചില സ്ഥലത്ത് നിങ്ങളിത് കാണണമെന്നില്ല. ഓക്കെ, നിങ്ങളിത് കാണണമെന്നില്ല. ഇഫ് സപ്പോസ് വി ആർ കൺസിഡറിങ് എ റിലാക്സ്ഡ് സിസ്റ്റം, ഒരു റിലാക്സ്ഡ് സിസ്റ്റമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, ആ റിലാക്സ്ഡ് സിസ്റ്റം പറയുന്നതിന് മുന്നേ പറയട്ടെ, നമ്മളിവിടെ കാണുന്നത് എന്താണ്? ഒരു ബൗണ്ടഡ് ഇൻപുട്ട് നിങ്ങൾ കൊടുക്കുന്നു, നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? ഒരു ബൗണ്ടഡ് ഔട്ട്പുട്ട് കിട്ടുന്നു. ക്ലിയർ അല്ലേ? ഇത്തരത്തിൽ ബൗണ്ടഡ് ഇൻപുട്ട് കൊടുത്ത് ബൗണ്ടഡ് ഔട്ട്പുട്ട് കിട്ടുവാണെങ്കിൽ അതിനെ നമ്മൾ ആ സിസ്റ്റത്തിനെ സ്റ്റേബിൾ സിസ്റ്റം എന്ന് പറയുന്നു. വെറുതെ പറയല്ല, അതിനൊരു പേരുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ബിബോ സ്റ്റെബിലിറ്റി. അതായത് ബൗണ്ടഡ് ഇൻപുട്ട് ബൗണ്ടഡ് ഔട്ട്പുട്ട് സ്റ്റെബിലിറ്റി. ക്ലിയർ? എങ്ങനെയായിരിക്കണം ആ ബൗണ്ടഡ് ബിബോ സ്റ്റെബിലിറ്റി എന്ന് പറയുക? അതായത് നിങ്ങളുടെ ഫങ്ഷൻ ഷുഡ് ബി അബ്സല്യൂട്ട്ലി ഇന്റഗ്രബിൾ. കൃത്യമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷനുകൾ മാത്രമേ നമ്മൾ ബിബോ സ്റ്റേബിൾ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഈ ബിബോ സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൺവല്യൂഷൻ തിയറം ഇവിടെ യൂസ് ചെയ്തത്. കൺവല്യൂഷൻ തിയറം ഓർക്കുന്നില്ലേ? ഇതാണ് നിങ്ങളുടെ കൺവല്യൂഷൻ തിയറം. ക്ലിയർ? ഈ കൺവല്യൂഷൻ തിയറം യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്തെടുത്തത്. ക്ലിയർ? അപ്പോൾ ബൗണ്ടഡ് ഇൻപുട്ട് ആയിരിക്കണം.
ഈ ബൗണ്ടഡ് ഇൻപുട്ട് -∞ to h of tau d dou ഇതിന്റെ ഇടയിലുള്ള ഇൻഫിനിറ്റ് സിസ്റ്റം ഫൈനൈറ്റ് ആണെങ്കിൽ നമുക്ക് പറയാം യു വിൽ ബി ഗെറ്റിംഗ് എ ബൗണ്ടഡ് ഔട്ട്പുട്ട്. ഇനി ഞാൻ പറഞ്ഞു ഒരു റിലാക്സ്ഡ് ലീനിയർ റിലാക്സ്ഡ് ഇഫ് യു ആർ കൺസിഡറിങ് ഇങ്ങനെ തന്നെ എഴുതിക്കോ. ഇഫ് യു ആർ കൺസിഡറിങ് എ ലീനിയർ റിലാക്സ്ഡ് സിസ്റ്റം, ഈ ലീനിയർ റിലാക്സ്ഡ് സിസ്റ്റം ഇഫ് ഇറ്റ് ഈസ് സെഡ് ടു ഹാവ് ബിബോ സ്റ്റെബിലിറ്റി വേണമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെഡ് ടു ഹാവ് ബിബോ സ്റ്റെബിലിറ്റി ഇഫ് എവരി ബൗണ്ടഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഫൈനൈറ്റ്. എവരി ബൗണ്ടഡ് ഇൻപുട്ട് വിൽ give a bounded output. ക്ലിയർ? ആ ബിബോ സ്റ്റെബിലിറ്റി ടെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ആരെ യൂസ് ചെയ്തത്? കൺവല്യൂഷൻ തിയറത്തിന് നമ്മൾ യൂസ് ചെയ്തത്. ഇനി റിലാക്സ്ഡ് സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ എ റിലാക്സ്ഡ് സിസ്റ്റം ഈസ്, ഇഫ് സപ്പോസ് നമ്മൾ റിലാക്സ്ഡ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എഴുതാം എ റിലാക്സ്ഡ് സിസ്റ്റം ഈസ് വൺ ഇൻ വിച്ച് the initial condition are zero. അതായത് ഇനീഷ്യൽ കണ്ടീഷൻ 0 ആണെന്ന സിസ്റ്റത്തിനാണ് റിലാക്സ് സിസ്റ്റം എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ the limits of integration is from 0 to infinity. ഇന്റഗ്രേഷൻ അവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? 0-ൽ നിന്ന് ഇൻഫിനിറ്റി ആയിരിക്കും. ക്ലിയർ? അത്തരത്തിൽ ആണ് നമ്മൾ ബിബോ സ്റ്റേബിൾ ആണോ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഇപ്പോൾ നമ്മുടെ സ്റ്റെബിലിറ്റി എങ്ങനെയുള്ളത്? -∞ to infinity h of dou d dou equal to finite. ഇതാണ് നമ്മൾ സ്റ്റെബിലിറ്റിന്റെ കണ്ടീഷനായിട്ട് പഠിച്ചത്. ശരിയല്ലേ? ഒരു റിലാക്സ്ഡ് സിസ്റ്റമാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും ഈ ഇക്വേഷനെ? 0 to infinity h of dou d dou equal to finite or less than infinity. ഇൻഫിനിറ്റിന്റെ താഴെയുള്ള വാല്യൂ അല്ലെങ്കിൽ ലെസ് ദാൻ ഇൻഫിനിറ്റി. ക്ലിയർ? ഇങ്ങനെയും നമുക്ക് സ്റ്റെബിലിറ്റിയെ എഴുതാം. ക്ലിയർ? h of dou d dou ഈക്വൽ ടു ഫൈനൈറ്റ് അല്ലെങ്കിൽ ലെസ് ദാൻ ഇൻഫിനിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? സ്റ്റെബിലിറ്റി എഴുതാം. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു ഈ സിസ്റ്റം എങ്ങനെയാണ്? ഒരു ലീനിയർ റിലാക്സ്ഡ് സിസ്റ്റം എന്നുള്ള ലെവലിൽ കൺസിഡർ ചെയ്യുന്നു. കാരണം പ്രോബ്ലങ്ങളിൽ -∞ നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതെടുക്കേണ്ടി വരും? 0 to infinity എടുക്കേണ്ടി വരും. കാരണം ഈ സമയത്തും നമ്മുടെ സിസ്റ്റം എന്താണ്? ഫൈനൈറ്റ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതോടൊപ്പം തന്നെ പറഞ്ഞു ബിബോ സ്റ്റേബിൾ ആവും. എപ്പോഴാണ് ബിബോ സ്റ്റേബിൾ ആവുക? ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ സിസ്റ്റം, അടുത്തതിൽ എഴുതാം, എ സിസ്റ്റം വിത്ത് ഇമ്പൾസ് റെസ്പോൺസ് h of t അല്ല, നമ്മളിവിടെ ഡോ ആണ് എടുക്കുന്നത്. അപ്പോൾ ഡോ impulse response h of dou is Bibo stable. The Bibo stable ആണെന്ന് പറയാം if and only if the impulse response is absolutely integrable. അബ്സല്യൂട്ട്ലി ഇന്റഗ്രബിൾ ആകുമ്പോൾ മാത്രമേ നമുക്ക് ബിബോ സ്റ്റേബിൾ ആണെന്ന് പറയാം. അതായത് 0 to infinity h of dou d dou should be what? Is a finite value. ക്ലിയർ? അതായത് അതിന്റെ ഇടയിലുള്ള ഏരിയ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് 0 to infinity എന്ന ലെവലിലാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇതാണ് ബിബോ സ്റ്റെബിലിറ്റിന്റെ ബ്യൂട്ടിഫുൾ കൺസെപ്റ്റ്. ക്ലിയർ അല്ലേ? സോ ദിസ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് യുവർ ബിബോ സ്റ്റെബിലിറ്റി. ഓക്കെ, ഇനി ഇതിൽ കൺഫ്യൂഷൻ വരരുത്. ഇതാ ഈ സാധനം മാത്രം ഓർത്താൽ മതി. ബിബോ സ്റ്റേബിൾ എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ 0 to infinity h of dou d dou should be equal to finite. ഇനി വേറെ സാധനമുണ്ട്, അസിംപ്ടോട്ടിക് സ്റ്റെബിലിറ്റി. അതും കൂടി ഒന്ന് പറയാം. അസിംപ്ടോട്ടിക് സ്റ്റെബിലിറ്റി
വാട്ട് ഈസ് യുവർ അസിംപ്റ്റോട്ടിക് സ്റ്റെബിലിറ്റി? അസിംപ്റ്റോട്ടിക് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അസിംപ്റ്റോട്ട് എന്ന് പറഞ്ഞാൽ? അസിംപ്റ്റോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അസിംപ്റ്റോട്ട് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. അസിംപ്റ്റോട്ട് എന്ന് പറഞ്ഞ ഒരു സ്ട്രെയിറ്റ് ലൈൻ that touches the curve at infinity. That touches the curve at infinity. ഒരു ഇൻഫിനിറ്റിയിൽ ടച്ച് ചെയ്യുന്ന ഒരു കർവ് ആണെങ്കിൽ നമ്മൾ അവയെ അസിംപ്റ്റോട്ട് എന്ന് വിളിക്കാം. അപ്പം ഈ അസിംപ്റ്റോട്ടിക് സ്റ്റെബിലിറ്റി എന്താ? അസിംപ്റ്റോട്ടിക് സ്റ്റെബിലിറ്റി മീൻസ് in the absence of any input, in the absence of any input, if the output tends to 0, ഔട്ട്പുട്ട് 0ലേക്ക് പോകുന്നു ആസ് t tends to infinity. ടൈം ഇൻഫിനിറ്റിയിലേക്ക് പോകുന്തോറും നിങ്ങളുടെ ഔട്ട്പുട്ട് 0ലേക്ക് പോകുന്ന ആ സംഭവത്തിനെയാണ് നമ്മൾ പറയുക അസിംപ്റ്റോട്ടിക് സ്റ്റെബിലിറ്റി. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇഫ് സി ഓഫ് ടി ആണെങ്കിൽ ഈ ടൈപ്പ് സാധനങ്ങൾ ഇവിടെ എന്താണ്? ഔട്ട്പുട്ട് ഇങ്ങനെ 0ലേക്ക് പോകുന്നു. ഏത് സമയത്ത്? ഇൻഫിനിറ്റി സമയത്ത്. ഫൈനലി ഇതിന്റെ എൻഡ് റിസൾട്ട് എന്തായിരിക്കും? ഫൈനലി സി ഓഫ് ടി വിൽ ബി ടെൻസ് ടു 0 അല്ലെ? നിങ്ങളുടെ ഇൻപുട്ട് ഒന്നും ഇല്ല ഇവിടെ. ഇൻപുട്ട് ഇഫ് യുവർ ഇൻപുട്ട് ഈസ് 0, ഇതിങ്ങനെ എന്ത് ചെയ്യും? 0ലേക്ക് ഇങ്ങനെ ടെൻഡ് ചെയ്ത് പോകും. ഏത് സമയത്ത്? ഇൻഫിനിറ്റി സമയത്ത്. ഇത്തരത്തിലുള്ള സാധനങ്ങളെയാണ് നമ്മൾ എന്താ പറയുക? അസിംപ്റ്റോട്ടിക് സ്റ്റെബിലിറ്റി എന്ന് പറയാം. അപ്പോൾ ഇൻപുട്ട് റിമൂവ് ചെയ്തതിന് ആസ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി യുവർ സി ഓഫ് ടി വിൽ ബി ടെൻഡിങ് ടു 0. ഓക്കെ, അപ്പോൾ അതാണ് വിവോ സ്റ്റെബിലിറ്റിയും അസിംപ്റ്റോട്ടിക് സ്റ്റെബിലിറ്റിയും. അപ്പം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്ന വിവോ സ്റ്റെബിലിറ്റിയും അസിംപ്റ്റോട്ടിക് സ്റ്റെബിലിറ്റിയും. ഇനി അടുത്തത് നമ്മൾ റീജിയൻ ഓഫ് കൺവെർജൻസ് ആണ്. ഓക്കെ, റീജിയൻ ഓഫ് കൺവെർജൻസ്. റീജിയൻ ഓഫ് കൺവെർജൻസ് അധികം ഡീറ്റെയിലേക്ക് പോകുന്നില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുതരാം. ബാക്കി നമ്മൾ സിഗ്നൽസ് പഠിക്കുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പം റീജിയൻ ഓഫ് കൺവെർജൻസ്, റീജിയൻ ഓഫ് കൺവെർജൻസ് നമ്മളിതിനെ ROC എന്ന് വിളിക്കും. ഓക്കെ, റീജിയൻ ഓഫ് കൺവെർജൻസ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ സെറ്റ് ഓഫ് വാല്യൂസ് ഓഫ് എന്തിൻ്റെ സെറ്റ് ഓഫ് വാല്യൂസ്? സെറ്റ് ഓഫ് വാല്യൂസ് ഓഫ് എസിൻ്റെ സെറ്റ് ഓഫ് വാല്യൂസ് അറ്റ് വിച്ച് h of s ഈക്വൽ ടു ഫൈനൈറ്റ്. h of s ഒരു ഫൈനൈറ്റ് വാല്യൂ കിട്ടണം. ആ കിട്ടുന്ന സെറ്റ് ഓഫ് വാല്യൂസ് ഓഫ് എസിനെയാണ് റീജിയൻ ഓഫ് കൺവെർജൻസ് എന്ന് വിളിക്കുക. അപ്പോൾ എന്താണ് h of s? h of s എന്ന് പറയുന്നില്ല, നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓർക്കുന്നില്ലേ? ലാപ്ലാസ് ട്രാൻസ്ഫോമറിൽ h of s അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ടേം കൊണ്ടായിരിക്കും റെപ്രസെന്റ് ചെയ്ത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി h of t e raised to minus st dt. ഇതാണ് ലാപ്ലാസിന്റെ ജനറൽ ഡെഫിനിഷൻ. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ റിലാക്സ്ഡ് സിസ്റ്റമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാം 0 to infinity h of t e raised to minus st dt. ക്ലിയർ അല്ലേ? ഇത് നമ്മളൊരു ഇമ്പൾസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലേ? 0 to infinity ഡോ ഓഫ് ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി ഈക്വൽ ടു 1 എന്നൊക്കെ നമ്മൾ പഠിച്ച് ഓർക്കുന്നില്ലേ? അപ്പോൾ അതാണ് നമ്മളൊരു ജനറൽ ഡെഫിനേഷൻ. അപ്പോൾ ഈ എച്ച് ഓഫ് എസ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ പോലെ എച്ച് ഓഫ് എസ് ഫൈനൈറ്റ് ആണെങ്കിൽ നമ്മൾ സി ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതിയ പോലെ തന്നെ എഴുതണം ഇവിടെ. സപ്പോസ് എച്ച് ഓഫ് ടി ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് ഓഫ് ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഇത് നമ്മൾ നേരത്തെ എഴുതിയ പോലെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് എഴുതാം. കാരണം സം ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് സം ഈസ് ലെസ് ദാൻ സം ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്ന് എഴുതിയില്ലേ? അതുപോലെ തന്നെ നമുക്ക് ഇത് എഴുതാം. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് ഓഫ് ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി എന്ന് എഴുതാം. ശരിയല്ലേ? ഇനി നമ്മൾ ചെറിയൊരു കാര്യം കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. വാട്ട് ഈസ് യുവർ എസ്? എസ് എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളൊരു കോംപ്ലക്സ് പ്ലെയിന് കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കും. നമ്മൾ എസ്സിനെ നമ്മൾ എങ്ങനെ മാറ്റി എഴുതിയിരുന്നത്? എസ് എന്ന് പറഞ്ഞിട്ട് ഇസ് നത്തിങ് ബട്ട് സിഗ്മ പ്ലസ് ജെ ഒമേഗ. ശരിയല്ലേ? നമ്മൾ എസ് പ്ലെയിനിലെ എസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിഗ്മ പ്ലസ് ജെ ഒമേഗ. ഇത് നിങ്ങളുടെ റിയൽ പാർട്ടും
ഇത് നിങ്ങളുടെ ഇമാജിനറി പാർട്ടുമായിരുന്നു അല്ലേ. അപ്പം നമ്മൾ ഈ ഒരു എസ്പ്ലെയിൻ ആണ്, ഇതാണ് നിങ്ങളുടെ എസ്പ്ലെയിൻ ഡ്രോ ചെയ്യുമ്പോൾ ഇത് ആണ് നിങ്ങളുടെ റിയൽ പാർട്ട് ഓഫ് എസും ഇതാണ് നിങ്ങളുടെ ഇമാജിനറി പാർട്ട് ഓഫ് എസും. അതായത് ഇവിടെ ആര് വരും? സിഗ്മ. ഇവിടെ ആര് വരും? ജെ ഒമേഗ. ശരിയല്ലേ? അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ എസിന് പകരം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും നോക്കാം. യുവർ എച്ച് ഓഫ് എസ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് ഓഫ് ടി ഇ റേസ് ടു മൈനസ് സിഗ്മ ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. ക്ലിയർ? ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക, ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടിന്റെ വാല്യൂ വിൽ ബി ഈക്വൽ ടു 1. ഇതും നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് വെക്കുക. നമ്മൾ സിഗ്നൽസിൽ അത് ക്ലിയർ ചെയ്ത് പോകും. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടിന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് ഓഫ് ടി ഇ റേസ് ടു മൈനസ് സിഗ്മ ടി ഡി ടി എന്ന് വരും. ശരിയല്ലേ? ഇപ്പോൾ സപ്പോസ് നമ്മൾ പറയുവാണ് ഇഫ് യുവർ എച്ച് ഓഫ് എസ് ഈസ് ഫൈനൈറ്റ്, എച്ച് ഓഫ് എസ് ഫൈനൈറ്റ് ആണെങ്കിൽ നമുക്ക് പറയാം ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് ഓഫ് ടി ഇ റേസ് ടു മൈനസ് സിഗ്മ ടി ഡി ടി ഈസ് ഓൾസോ എ ഫൈനൈറ്റ് വാല്യൂ, അല്ലെങ്കിൽ ഇറ്റ് ഓൾസോ ഗീവ്സ് എ ഫൈനൈറ്റ് വാല്യൂ എന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതും കൂടി ഓർത്ത് വെക്കുക. ഇത് ഏതിൻ്റെ കേസിൽ നമ്മൾ ലാപ്ലാസ് എടുക്കുമ്പോൾ നമ്മൾ എക്സ്പ്ലെയിനിലേക്ക് വരുമ്പോൾ ഇതും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എഴുതേണ്ടി വരും. അപ്പം എന്തിനാണ് പറഞ്ഞു വന്നത്? ROC കാണാനാണ് പറയുന്നത്. ഓക്കെ, അപ്പം ROC എങ്ങനെ കണ്ടുപിടിക്കുന്നു പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വാല്യൂസ് ഓഫ് സിഗ്മ. എന്തിനാണ് ഇത് പറയുന്നത്? സിഗ്മേൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. വാല്യൂസ് ഓഫ് സിഗ്മ അറ്റ് വിച്ച് integral minus infinity to infinity h of t e raised to minus sigma t dt equal to finite are said to lie in ROC. ഈ സമയത്തുള്ള സിഗ്മേൻ്റെ വാല്യൂസ് ഫൈനൈറ്റ് ആണെങ്കിൽ നമുക്ക് പറയാം അത് എവിടെ ലൈ ചെയ്യുന്നുണ്ട്? ROCയിൽ, റീജിയൻ ഓഫ് കൺവെർജൻസിൽ ലൈ ചെയ്യുന്നുണ്ട്. ക്ലിയർ? അപ്പം ഇത്രയും തൽക്കാലം നമുക്ക് ROCനെ കുറിച്ച് ഇത്രയും അറിയാനുള്ളൂ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ROC ഡിഫൈൻ ചെയ്യുന്നത് ഓർക്കുക. ദ വാല്യൂസ് ഓഫ് സിഗ്മ അറ്റ് വിച്ച് ദിസ് വാല്യൂ ഈസ് ഫൈനൈറ്റ് ആർ സെഡ് ടു ബി ലൈയിങ് ഇൻ യുവർ ROC. അപ്പോൾ ഞാൻ ജസ്റ്റ് ROCയും സ്റ്റെബിലിറ്റിയും കൺക്ലൂഡ് ചെയ്യാം. ROC എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്മ സച്ച് ദാറ്റ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് ഓഫ് ടി ഇ റേസ് ടു മൈനസ് സിഗ്മ ടി ഡി ടി ഈസ് ഫൈനൈറ്റ്. സ്റ്റെബിലിറ്റി എന്തായിരുന്നു സാധനം? സിഗ്മ ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് ഓഫ് ടി ഡി ടി ഈക്വൽ ടു ഫൈനൈറ്റ്. ക്ലിയർ? ഇത് നമ്മൾ നിങ്ങൾ എന്തെങ്കിലും കോറിലേഷൻ കാണുന്നുണ്ടോ? എന്തെങ്കിലും റിലേഷൻ കാണുന്നുണ്ടോ? റിലേഷൻ ഇത്രയേ ഉള്ളൂ. ഈ സ്റ്റെബിലിറ്റി ആക്ച്വലി ഡിറൈവ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ROCയിൽ നിന്നല്ല ഡിറൈവ് ചെയ്യുന്നത്. കാരണം ഇതും എല്ലാം രണ്ടും സെയിം അല്ലേ. ഇതിൽ ആകെ ഒരു വ്യത്യാസം എന്താ? ഇവിടെ ഒരു ഇ റേസ് ടു മൈനസ് സിഗ്മ ടി കയറി വരുന്നതല്ലേ. അപ്പോൾ നമുക്ക് പറയാം സ്റ്റെബിലിറ്റി ഈസ് ഡിറൈവ്ഡ് ഫ്രം ROC ബൈ കീപ്പിംഗ്. നിങ്ങൾ എന്ത് കീപ്പ് ചെയ്താൽ മതി? സിഗ്മ 0 ആയിട്ട് കീപ്പ് ചെയ്താൽ മതി. അങ്ങനെ സിഗ്മ 0 ആയിട്ട് കീപ്പ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഈ സ്റ്റെബിലിറ്റീനെ കണ്ടീഷനായിട്ട് വരും. അപ്പോൾ എഴുതുക സിഗ്മ ഈക്വൽ ടു 0 ലൈസ് ഇൻ ROC. ഇതാണ് ഏതിൻ്റെ കണ്ടീഷൻ? സ്റ്റെബിലിറ്റീൻ്റെ കണ്ടീഷൻ. അപ്പോൾ സ്റ്റെബിലിറ്റിക്ക് സിഗ്മ 0 കൊടുക്കും. സിഗ്മ 0 കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സിഗ്മ ഈക്വൽ ടു സിഗ്മ പ്ലസ് ജെ ഒമേഗ. സിഗ്മ 0 കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ വരിക? ബാക്കി ജെ ഒമേഗ പ്ലെയിനിലാണ് വരിക, അല്ലെങ്കിൽ ജെ ഒമേഗ ആക്സിസ് ആണ് വരിക. ഓക്കെ, ഇത് ROC കാണാനുള്ള സാധനമാണ്, നമ്മുടെ സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി കാണാനുള്ളതല്ല. ഓക്കെ, ROC കാണുമ്പോഴാണ് നമുക്കിത് കൂടുതലായിട്ട് ഉപയോഗം വരിക. ഞാൻ ROC കാണുമ്പോൾ സിഗ്നൽസ് ഞാൻ ക്ലിയർ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ സിഗ്നൽസ് സിസ്റ്റത്തിന്റെ റിലേഷൻ. ഓക്കെ, നമ്മൾ റീജിയൻ ഓഫ് കൺവെർജൻസും സ്റ്റെബിലിറ്റി നമ്മളുടെ റിലേഷൻ ആണിത്.
ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഇത് റിലാക്സ് സിസ്റ്റം ആണെങ്കിൽ നമുക്കിത് ഇവിടെ 0 to infinity എന്ന് കൺസിഡർ ചെയ്യാം കേട്ടോ. അങ്ങനെയാലും കുഴപ്പമില്ല, ഇക്വേഷനൊക്കെ കറക്റ്റ് തന്നെയാണ്. ഓക്കെ, കാരണം നമ്മൾ പല സ്ഥലത്തും നിങ്ങൾ കാണും 0 to infinity എന്നാണ് നമ്മൾ ഈ ഫൈനൈറ്റ് വാല്യൂ കണ്ടുപിടിക്കുക. അത് റിലാക്സ്ഡ് സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുമ്പോഴാണ് നമുക്ക് 0 to infinity എന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ROC അറ്റ് ദ സെയിം ടൈം സ്റ്റെബിലിറ്റി. ഇനി ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഇതാണ് ജനറൽ ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ ഈ ഡെഫിനിഷൻ 2 ഡെഫിനിഷൻ മാത്രമേ നമുക്ക്, ഈ 2 സാധനം മാത്രമേ നമുക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ. ഈ ഒരു കാര്യങ്ങൾ 2 എണ്ണം മാത്രമേ ഈ നമ്മൾ എടുത്ത പോർഷനിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പോകാനുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ എടുക്കുന്നത് സ്റ്റെബിലിറ്റിയും പോളുകളും നമ്മൾ എങ്ങനെയാണ് റിലേഷൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഹെഡിങ് കൊടുക്കുക, ലൊക്കേഷൻ ഓഫ് പോൾസ് വീസസ് സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റിയും പോള് ഇനിയാണ് നമ്മൾ ശരിക്കും കൺട്രോൾ സിസ്റ്റത്തിലേക്ക് വരുന്നത്. ഇത്ര നമ്മൾ സിഗ്നൽസിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അത് സ്റ്റെബിലിറ്റിയുടെ ബേസിക് ഡെഫിനിഷൻ പറഞ്ഞത്. ഇനി പോൾസും സ്റ്റെബിലിറ്റി നമ്മളുള്ള ഡെഫിനിഷൻ അല്ലെങ്കിൽ പോൾസും സ്റ്റെബിലിറ്റി എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത് കൺട്രോൾ സിസ്റ്റത്തിലേക്ക് നമ്മൾ വരുവാണ് തിരിച്ച്. ഓക്കെ, യു കൺസിഡർ ആൻ എക്സാമ്പിൾ h of s equal to 1 by s plus n. ഇതിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് h of t എഴുതാലോ. എന്താണ് h of t? e raised to minus at. ശരിയല്ലേ? കാരണം ഇതാണ് നമ്മൾ ഇൻവേഴ്സ് ലാപ്ലാസ്. ഞാൻ ഇൻവേഴ്സ് ലാപ്ലാസിൻ്റെ ഒരു ക്ലാസ് എടുക്കാം അടുത്ത് തന്നെ. ഇപ്പോൾ ജസ്റ്റ് നിങ്ങളിതൊന്ന് ജസ്റ്റ് കേട്ടിരിക്കുക. ഇൻവേഴ്സ് ലാപ്ലാസും ഒന്നുകിൽ സിഗ്നൽസിൻ്റെ കൂടെ എടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എക്സ്ട്രാ സെപ്പറേറ്റ് ഒരു ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം, ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്തു. ലാപ്ലാസ് ഇൻവേഴ്സും കൂടിയുള്ള ഒരു ക്ലാസ് അടുത്ത് തന്നെ ചെയ്തു തരാം. ഓക്കെ, സോ കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമാവും. ഇല്ലെങ്കിൽ സിഗ്നൽസിന് കൂടിയാണ് ഞാനിപ്പോൾ പറയുന്നത്, ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാലും മതിയാവും. ഓക്കെ, അപ്പോൾ h of t equal to e raised to minus at into u of t. ഇതാണ് നിങ്ങൾ ഇൻവേഴ്സ് വരിക. അതായത് ഈ 1 by s plus a എന്ന് പറയുന്നത് നിങ്ങൾ ഒരു പോൾ 0 പ്ലോട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇത് സിഗ്മ, ഇത് ജെ ഒമേഗ, ശരിയല്ലേ? s ഈക്വൽ ടു ഇതിൻ്റെ അകത്തുള്ള വാല്യൂ, എസിൻ്റെ വാല്യൂ എത്രയാണ്? എസ് മൈനസ് എ അല്ലേ? അതായത് ഇവിടെയല്ലേ വരുന്നത് പോള്, ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെ പോള് വരുന്നു. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ h of t വരച്ച് നോക്കിക്കഴിഞ്ഞാൽ h of t നിങ്ങൾ വരച്ച് നോക്കി, അതായത് h of t വരയ്ക്കുന്ന ഓരോ വാല്യൂവിനും 0 ഇൻഫിനിറ്റി എടുത്ത് കൊടുത്താൽ മതി. ഇത് 0 കൊടുത്തതിന് e raised to 0 1 വരിക. ഇവിടെ 0യിൽ അപ്പോൾ ഇവിടെ എത്രയാണ്? 1. ഇൻഫിനിറ്റി കൊടുത്താൽ 0 വരിക അല്ലേ? ഇൻഫിനിറ്റിയിൽ പോകുമ്പോൾ t ഇൻഫിനിറ്റി പോകുമ്പോൾ 0. അപ്പോൾ യുവർ ഗ്രാഫ് വിൽ ബി ലുക്കിംഗ് ലൈക്ക് ദിസ്. ഓക്കെ, ഇവിടെ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇതൊരു ഫൈനൈറ്റ് ഏരിയ അല്ലേ? അതായത് ഈ ഏരിയ എന്താണ്? ഫൈനൈറ്റ് ആണ്. ഈ ഏരിയ ഫൈനൈറ്റ് ആകുമ്പോൾ നമുക്ക് പറയാം ഇൻ്റഗ്രൽ 0 to infinity നമ്മുടെ h of t dt ഈക്വൽ ടു എന്താണ്? ഫൈനൈറ്റ് ആണ്. ഇത് h of t dt ഈക്വൽ ടു ഫൈനൈറ്റ് ആണെന്ന് നമുക്ക് പറയാം. എന്താ ഈ സിസ്റ്റം എന്താണ്? സ്റ്റേബിൾ സിസ്റ്റം ആണെന്ന് പറയാം, ശരിയല്ലേ? ഇത് സ്റ്റേബിൾ ആണെന്ന് ഇങ്ങനെയും പറയാം, h of t വരച്ചിട്ട് പറയാം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് അനലൈസ് ചെയ്യാം. ഇവിടെ h of s അല്ല നിങ്ങൾക്ക് തന്നത്. ഇഫ് ദ പോൾ ലൈസ് ഇൻ ദ, ഇതാണ് നിങ്ങളുടെ ലെഫ്റ്റ് ഹാഫ് പ്ലെയിനും ഇതാണ് നിങ്ങളുടെ റൈറ്റ് ഹാഫ് പ്ലെയിനും. ഇഫ് ദ പോൾ ലൈസ് ഇൻ ദ ലെഫ്റ്റ് ഹാഫ് പ്ലെയിൻ ദ സിസ്റ്റം ഈസ് സെഡ് ടു ബി സ്റ്റേബിൾ. അത് സ്റ്റേബിൾ ആവുന്ന ഇങ്ങനെ ഏരിയ വരച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റേബിൾ ആണെന്ന് നമുക്കത് അനലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ 2 തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? അനലൈസ് ചെയ്യാം. ഇനി രണ്ടാമത്തെ അനാലിസിസ്. ഇഫ് യുവർ h of s ഈക്വൽ ടു 1 by s plus a the whole square. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ h of t എന്താ വരിക? യുവർ h of t വിൽ ബി ഈക്വൽ ടു t ഇൻറ്റു e raised to minus at ഇൻറ്റു u of t. ഇങ്ങനെയാണ് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം വരിക. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇൻവേഴ്സ് നോക്കിയിട്ട് ഒരു ക്ലാസ് എടുത്ത് തരാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, t ഇൻറ്റു e raised to minus at ഇൻറ്റു u of t. പ്രോപ്പർട്ടിയാണ്, ഇതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല മനസ്സിലാക്കാൻ. പ്രോപ്പർട്ടീസാണ്, ജസ്റ്റ് ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സിൻ്റെ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വരും. ആൻസർ പഠിച്ചു വയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആയാലും പ്രശ്നമൊന്നുമില്ല. 1 by s plus a whole square എന്ന് പറഞ്ഞാൽ t ഇൻറ്റു e raised to minus at u of t. ഇത് നിങ്ങൾ നേരത്തെ വരച്ച പോലെ നമ്മൾ സിഗ്മയും ജെ ഒമേഗ ഗ്രാഫിൽ വരയ്ക്കുകയാണെങ്കിൽ
നിങ്ങളുടെ പോൾസ് എവിടെയൊക്കെ വരിക? നിങ്ങൾ നോക്കൂ, എസ് പ്ലസ് എ ദ ഹോൾ സ്ക്വയർ ആണ്. അതായത് പോൾസ് എവിടെ വരിക? എസ് ഈക്വൽ ടു മൈനസ് എ. എസ് ഈക്വൽ ടു മൈനസ് എ ആണ്, പക്ഷെ എത്ര ടൈം? 2 ടൈംസ് വരും. അപ്പോൾ ഇവിടെ 2 ടൈംസ് മൈനസ് 2 പോൾസ് മൈനസ് എയിൽ വരും. ശരിയല്ലേ? ഇങ്ങനെ വരും. ഇനി നമ്മൾ എച്ച് ഓഫ് ടി വരക്കുവാണെങ്കിലോ? എച്ച് ഓഫ് ടി വരക്കുകയാണെങ്കിൽ നിങ്ങൾ ടിക്ക് ആദ്യം 0 ഇട്ട് കൊടുക്കുക. ടി 0 സമയത്ത് 0 ആണ് വരിക. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ശരിയല്ലേ? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ടിക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ പതുക്കെ മേലേക്ക് കയറും, 2 കൊടുത്തതിനെ കയറും, അങ്ങനെ പതുക്കെ കയറും. ഓക്കെ, പതുക്കെ കയറി ഒരു വാല്യൂ എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് പീക്ക് വരും. പിന്നെ നേരെ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ e⁻0, അത് e⁻∞ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി 0, then it will be t അല്ലേ? ഇൻഫിനിറ്റിയിലേക്ക് തന്നെ തിരിച്ച് ഇത് പോവും. സോ യുവർ ഗ്രാഫ് വിൽ ബി ലുക്കിംഗ് ലൈക്ക് ദിസ്. ഇതായിരിക്കും നിങ്ങളുടെ ഒരു ഗ്രാഫ്. ഇതാണ് നിങ്ങളുടെ ഏരിയ ഓഫ് യുവർ ഗ്രാഫ്. ഈ ഏരിയ എന്ന് പറയുന്നത് ഫൈനൈറ്റ് അല്ലേ? നമുക്ക് ഈ 0 ഇൻഫിനിറ്റിനുള്ള വാല്യൂസിൻ്റെ ഇടയിൽ തന്നെയല്ലേ ഈ ഗ്രാഫ് വരുന്നത്? ശരിയല്ലേ? അപ്പോൾ നമുക്ക് അനലൈസ് ചെയ്യാൻ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി h of t dt is finite. ക്ലിയർ? അതായത് ഈ സിസ്റ്റം എന്താണ്? സ്റ്റേബിൾ ആണ്, ഫൈനൈറ്റ് വാല്യൂ വരുന്നത്. മൈനസ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ 0 to ഇൻഫിനിറ്റി. നമ്മൾ 0 ഇൻഫിനിറ്റി അല്ലേ കൺസിഡർ ചെയ്ത്. അപ്പോൾ 0 to ഇൻഫിനിറ്റി h of t dt is equal to finite. അതായത് സിസ്റ്റം എന്താണ്? സ്റ്റേബിൾ സിസ്റ്റമാണ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ കൂടി പറയാമെന്നാണ് പറയുന്നത്. എങ്ങനെ? നിങ്ങൾ ഇവിടെ നോക്കൂ, ഇവിടെ ലെഫ്റ്റ് ഹാഫ് പ്ലെയിനിലാണ് വരുന്നത്. ശരിയല്ലേ? ലെഫ്റ്റ് ഹാഫ് പ്ലെയിനിലാണ് വരുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഹാഫ് പ്ലെയിനിൽ ഇത് രണ്ട് എ വരുന്നു, മൈനസ് എ 2 വരുന്നു അല്ലേ? 2 വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം ആ സിസ്റ്റം എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റേബിൾ സിസ്റ്റം. ക്ലിയർ? അപ്പോൾ നമുക്ക് 2 തരത്തിൽ നമുക്ക് ഈ കാര്യത്തിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇത് ഇങ്ങനെ ഇതിൻ്റെ അർത്ഥം, അതായത് എസ് പ്ലസ് എ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എ 2 പ്രാവശ്യം വരുന്നു എന്നർത്ഥം. അതായത് മൈനസ് എ എന്നാണ് അർത്ഥം. പക്ഷേ എസ് പ്ലസ് എ സ്ക്വയർ എന്ന് വന്നാൽ അതിൻ്റെ അർത്ഥം അതല്ല. എസ് പ്ലസ് എ സ്ക്വയർ എന്ന് വന്നതിൻ്റെ അർത്ഥം ഈ എൻ്റെ അകത്ത് തന്നെ 2 പ്രാവശ്യം ഇങ്ങനെ വരുന്നു എന്നാണ്. അപ്പം വേറെ പ്രശ്നമുണ്ട് അതിൽ. അതിനാണ് പ്രശ്നം നിങ്ങൾക്ക് അവിടെ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ അനലൈസ് ചെയ്യുക. ഇങ്ങനെയാണെങ്കിലും സിസ്റ്റം എന്താണ്? സ്റ്റേബിൾ ആണ്. ഓക്കെ, മൂന്നാമത്തെ ഒരു പോയിന്റ്, h of s equal to 1 by s plus a the whole square plus b square. Okay, s plus a the whole square plus b square. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫിഗർ എങ്ങനെയാണ് വരിക? ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ h of t പഠിക്കുക. h of t will be 1 by b e⁻⁻at sin bt. ഓക്കെ, h of t ഇക്വേഷൻ ആണ് 1 by b e⁻⁻at sin bt. ഇത് വേണം നിങ്ങൾക്ക് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ നഷ്ടമൊന്നുമില്ല, കാരണം എല്ലായിടത്തും അപ്ലിക്കബിൾ ആവാൻ പോകുന്ന സാധനം തന്നെയാണിത്. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ ഇക്വേഷൻ ആണെങ്കിൽ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ ഇതാണ് അതിൻ്റെ ഉത്തരം. ഇങ്ങനെ തന്നെയാണ് ഞാൻ ലാപ്ലേസ് ഇൻവേഴ്സ് എടുക്കാൻ പോകുമ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള പോൾസ് ഏതൊക്കെയാണ്? പോൾസ്, ഒന്നാമത്തെ പോള് എന്ന് പറയുന്നത് ഏതാണ്? ഇറ്റ് വിൽ ബി മൈനസ് എ പ്ലസ് ജെ ബിയും അതുപോലെ മൈനസ് എ മൈനസ് ജെ ബി ആണ് വരിക. ഓക്കെ, ഇങ്ങനെ ഏതാണെങ്കിൽ പോൾസ് നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കുക. യു വിൽ ബി ഗെറ്റിംഗ് മൈനസ് എ പ്ലസ് ജെ ബി ആൻഡ് മൈനസ് എ മൈനസ് ജെ ബി ആണ് കിട്ടുക. കാരണം ഇതിന് 0ലേക്ക് ഇക്വേറ്റ് ചെയ്താൽ മതി, അത് ചെയ്ത് തന്നെ കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ വാട്ട് വിൽ ബി യുവർ ഗ്രാഫ്? സിഗ്മ ജെ ഒമേഗ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എന്താണ് കിട്ടുക? ഇതാണ് നിങ്ങളുടെ ജെ ബി, ഇതാണ് നിങ്ങളുടെ മൈനസ് ജെ ബി. ക്ലിയർ? ഇവിടെയാണ് നിങ്ങളുടെ മൈനസ് എ എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്. ഇതാണ് നിങ്ങളുടെ മൈനസ് എ എന്ന് പറഞ്ഞ പോയിന്റ്. പോളപ്പോൾ എവിടെ ഉണ്ടാവുക? ഇവിടെ 2 സ്ഥലത്തല്ല ഉണ്ടാവുക. അപ്പോൾ മൈനസ് എ പ്ലസ് ജി ബി മൈനസ് എ മൈനസ് ജി ബി. സോ നമുക്ക് ഇതാണ് നിങ്ങളുടെ ഫിഗർ ആയിട്ട് വരിക. അപ്പോൾ പോൾസ് എവിടെയുള്ളത്? ലെഫ്റ്റ് ഹാഫ് പ്ലെയിനിൽ തന്നെയുള്ളത്. ശരിയല്ലേ? ഇനി നിങ്ങൾ h of t ഗ്രാഫാണ് വരക്കുന്നതെന്ന് വിചാരിക്കുക.
എച്ച് ഓഫ് ടി ഗ്രാഫാണ് വരക്കുന്നതെങ്കിൽ നിങ്ങൾ നേരത്തെ പോലെ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അത് വരയ്ക്കാൻ നിൽക്കുന്നില്ല. യു വിൽ ബി ഗെറ്റിംഗ് എ ഫിഗർ ലൈക്ക് ദിസ് ആൻഡ് യു വിൽ ബി ഗെറ്റിംഗ് എ റെസ്പോൺസ് ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് റെസ്പോൺസ് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക 0 to ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂകളെ വരുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം 0 to ഇൻഫിനിറ്റി എച്ച് ഓഫ് ടി ഡി ടി എന്താണ്, ഒരു ഫൈനൈറ്റ് വാല്യൂ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ മനസ്സിലാവും ഈ സിസ്റ്റം എന്താണ്, സ്റ്റേബിൾ ആണ്. ഇനി അതല്ല, ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാവും സ്റ്റേബിൾ ആണെന്ന് എന്താണ് മനസ്സിലാക്കുക. ഒരു ഇമാജിനറി ടേം വന്നാലും ആ ഇമാജിനറി ടേം ഓരോന്നും വേറെ വേറെ പൊസിഷനിൽ ആണുള്ളത്. അറ്റ് ദ സെയിം ടൈം അത് ലെഫ്റ്റ് ഹാഫ് പ്ലെയിനിലാണെങ്കിൽ ആ സിസ്റ്റം എന്താണ്, സ്റ്റേബിൾ ആണ്. ക്ലിയർ? ഇങ്ങനെ വന്നാലും സിസ്റ്റം എന്താണ്, അതായത് ഒരു ബോൾ ഇവിടെയും ഒരു ബോൾ ഇവിടെ വന്നാലും സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കുക, സ്റ്റേബിൾ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ സ്റ്റേബിൾ സിസ്റ്റത്തിൻ്റെ കേസുകളാണ്. ഇനി അടുത്തൊരു കേസ് വരും. അപ്പോൾ മനസ്സിലായാലോ, ഈ കണ്ടീഷനിൽ, ഈ 3 കണ്ടീഷനിലും സിസ്റ്റം എന്താണ്, സ്റ്റേബിൾ ആണ്. 3 കണ്ടീഷനിലും ലെഫ്റ്റ് ഹാഫ് പ്ലെയിനിലാണ് നിങ്ങളുടെ പോള് വന്നത്. ഒന്ന് നമ്മൾ ഇവിടെ വന്നു, ഇവിടെ വന്നു സ്റ്റേബിളായി, ഇനി ഇവിടെ വന്നു സ്റ്റേബിളായി, ഇവിടെ വന്നു. ഇമാജിനറി വന്നാലും കുഴപ്പമില്ല, സിസ്റ്റം എന്താണ്, സ്റ്റേബിൾ ആണെന്ന് മനസ്സിലാക്കുക. ഇനി 4th കേസ്, എച്ച് ഓഫ് എസ് ഈക്വൽ ടു 1/s² + b². ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പോൾസ് എന്തായിരിക്കും, ഇറ്റ് വിൽ ബി +or-jb. ശരിയല്ലേ? എച്ച് ഓഫ് ടി എന്തായിരിക്കും, ഇറ്റ് വിൽ ബി 1/b × sin bt. ഇതാണ് നിങ്ങളുടെ പോൾസ് ആയിട്ട് വരിക. നിങ്ങൾ പോൾസ് വരക്കുവാണെങ്കിൽ ഇത് സിഗ്മ, ഇത് ജെ ഒമേഗ ആണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് പോൾസ് ആസ് ഇവിടെ ഒരു പോളും ഇവിടെ ഒരു പോളും. ശരിയല്ലേ? അതായത് ഇത് ജെ ബിയും ഇത് -jb. ക്ലിയർ അല്ലേ? നിങ്ങൾ എച്ച് ഓഫ് ടി വരക്കുവാണെങ്കിൽ ഇതൊരു സൈൻ ഫംഗ്ഷൻ അല്ലേ, അപ്പോൾ സൈൻ ഫംഗ്ഷൻ വിൽ ബി ഓൾവേസ്, കോൺസ്റ്റന്റ് പ്രശ്നമല്ല, ഓൾവേസ് ലൈക്ക് ദിസ്. ശരിയല്ലേ? എന്താണ് ഇതിൻ്റെ അർത്ഥം? വാട്ട് ഡസ് ദിസ് മീൻ? ഇത്രയും നേരം നമ്മൾ പഠിച്ചപ്പോഴും പോളുകൾ ലെഫ്റ്റ് ഹാഫ് പ്ലെയിനിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ശരിയാണല്ലോ? ലെഫ്റ്റ് ഹാഫ് പ്ലെയിനിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ എവിടെ വന്നു, ഈ ജെ ഒമേഗ ആക്സിസിലാണ് പോള് വന്നിരിക്കുന്നത് അല്ലേ, ജെ ഒമേഗ ആക്സിസിൽ. ഇങ്ങനെ ജെ ഒമേഗ ആക്സിസിൽ വരുവാണെങ്കിൽ നമ്മൾ വെറുതെ സിസ്റ്റം സ്റ്റേബിൾ ആണ് അൺസ്റ്റേബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നമ്മൾ പുതിയൊരു സാധനമാണ് വരിക. അതായത് ഒന്നുകൂടി ക്ലാസിഫൈ ചെയ്യാം. ഇഫ് യുവർ പോൾസ് ആർ ഓൺ ലെഫ്റ്റ് ഹാഫ് പ്ലെയിൻ, ലെഫ്റ്റ് ഹാഫ് പ്ലെയിനിലാണെങ്കിൽ നിങ്ങളുടെ പോൾസ് ലെഫ്റ്റ് ഹാഫ് പ്ലെയിനിലാണെങ്കിൽ സിസ്റ്റം സ്റ്റേബിൾ ആണ്. ഇനി അതല്ല, പോൾസ് റൈറ്റ് ഹാഫ് പ്ലെയിനിലാണെങ്കിൽ സിസ്റ്റം എന്താണ്, അൺസ്റ്റേബിൾ ആണ്. ഇനി ഇഫ് യുവർ പോൾസ് ആർ ഓൺ ഇമാജിനറി ആക്സിസ്, ഇതാണല്ലോ ഇമാജിനറി ആക്സിസ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ജെ ഒമേഗ ആക്സിസ്. ജെ ഒമേഗ ആക്സിസിലാണെങ്കിൽ നമുക്ക് പറയേണ്ടി വരും ആ സിസ്റ്റം അൺസ്റ്റേബിൾ ആവാൻ പോവുകയാണ്. പക്ഷെ അൺസ്റ്റേബിൾ ആയിട്ടില്ല. എന്താണ്, ദ സിസ്റ്റം ഈസ് ഓൺ ദ വെർജ് ഓഫ് ഇൻസ്റ്റബിലിറ്റി, ഇൻസ്റ്റബിലിറ്റിയിലേക്ക് പോകുന്നതിൻ്റെ വക്കിലെത്തി. അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് ആരുണ്ട്, അൺസ്റ്റേബിൾ പൊസിഷൻ വരും, കുറച്ചുകൂടി മാറി അൺസ്റ്റേബിൾ. അപ്പോൾ ഈ പോൾസ് ഇമാജിനറി ആക്സിസിലാണെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ദ സിസ്റ്റം ഈസ് ഓൺ ദ വെർജ് ഓഫ് ഇൻസ്റ്റബിലിറ്റി, ഇൻസ്റ്റബിലിറ്റീൻ്റെ അടുത്തേക്ക് നമ്മുടെ സിസ്റ്റം എന്ത് ചെയ്യാണ്, പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കണം, ദാറ്റ് ഈസ് കോൾഡ് ആസ് മാർജിനലി സ്റ്റേബിൾ. ഇറ്റ് ഈസ് കോൾഡ് ആസ് മാർജിനലി സ്റ്റേബിൾ. ഇതാണ് പുതിയൊരു കൺസെപ്റ്റ്. ക്ലിയർ? മാർജിനലി സ്റ്റേബിൾ. ഓക്കെ. അപ്പോൾ ഈ മാർജിനലി സ്റ്റേബിളിൻ്റെ ഒരു എങ്ങനെയൊക്കെ വരാം എന്നുള്ള കാര്യങ്ങളാണ്. ഒന്നാമത്തെ കണ്ടീഷൻ ജെ ഒമേഗ ആക്സിസിൽ വരാം. ജെ ഒമേഗ ആക്സിസിൽ എവിടെ വന്നാലും കുഴപ്പമില്ല. ഒരു കണ്ടീഷൻ ഉണ്ട്, there must not be repeated pole on the j omega axis. j omega ആക്സിസിൽ എന്ത് ഉണ്ടാവാൻ പാടില്ല, റിപ്പീറ്റഡ് പോള് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ സിസ്റ്റം എന്താണ്, ഇത് ഉറപ്പിച്ചു. ഏതാണ്, j omega ആക്സിസിൽ 2 പോള് റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്താണത്, മാർജിനലി സ്റ്റേബിൾ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം ഈ ക്വസ്റ്റ്യൻ. ശരിയാണല്ലോ? ഇനി ഞാൻ ആ മാർജിനലി സ്റ്റേബിൾ സിസ്റ്റത്തിനെ കുറിച്ച് 2-3 കേസുകൾ പറയാം. ഹെഡിങ് കൊടുക്കാം, മാർജിനലി സ്റ്റേബിൾ സിസ്റ്റം. ഹെഡിങ് കൊടുക്കുക, മാർജിനലി സ്റ്റേബിൾ സിസ്റ്റം.
മാർജിനലി സ്റ്റേബിൾ സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ there must be no repeated pole on j omega axis. j omega axisൽ എന്തുണ്ടാവാൻ പാടില്ല? റിപ്പീറ്റഡ് പോൾ ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ എ പോൾ ഓഫ് ഓർഡർ 1, ഇത് നമുക്ക് ഇങ്ങനെയും പറയാം, ഒരു ഓർഡർ 1 പോൾ എന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്യില്ല, എക്സിസ്റ്റ് ഓൺ ജെ ഒമേഗ ആക്സിസ്. നിങ്ങൾ റിപ്പീറ്റഡ് പോൾ ഇല്ല ഉണ്ടാവരുതെന്ന് പറയാം. അല്ലെങ്കിൽ ഒരു പോളെങ്കിലും, ഒരു ഓർഡർ 1 എന്ന് പറയുമ്പോൾ ഒറ്റ പോളല്ലേ ഉണ്ടാവും, അത് ജെ ഒമേഗ ആക്സിസ് ഒറ്റ പോളായാലും നമുക്ക് പറയാം ആ സിസ്റ്റം എന്താണ്? മാർജിനലി സ്റ്റേബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ഹാവിങ് എ പോൾ ലൈക്ക് ദിസ്, അതായത് ഇവിടെ ഒരു പോൾ എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഏതാ ശരിക്ക്? എച്ച് ഓഫ് എസ് ഈക്വൽ ടു 1/s അല്ലേ? അതായത് എസ് 0, അതായത് പോൾ എവിടെയുള്ളത്? ഒറിജിൻ, ശരിയല്ലേ? അപ്പം അങ്ങനെ പോള് ഒറിജിനിലാണെങ്കിൽ നമുക്ക് പറയാം ഇതെന്താണ്? മാർജിനലി സ്റ്റേബിൾ ആണെന്ന് പറയാം. ഇതേതാ ഫങ്ഷൻ? ഈ 1/s എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ സ്റ്റെപ്പ് ഫങ്ഷൻ അല്ലേ? യു ഓഫ് ടിൻ്റെ ലാപ്ലാസ് അല്ലേ 1/s? അപ്പോൾ സ്റ്റെപ്പ് ഫങ്ഷൻ്റെ ശരിക്കുള്ള ഇതെന്താ? ഇതല്ലേ സ്റ്റെപ്പ് ഫങ്ഷൻ. അതായത് ഇതൊരു ബൗണ്ടഡ് ഔട്ട്പുട്ടാന്ന് പറഞ്ഞിട്ടില്ലേ? ശരിയല്ലേ? ബൗണ്ടഡ് ഇൻപുട്ടാന്ന് പറഞ്ഞില്ലേ? ബൗണ്ടഡ് ഇൻപുട്ടിൽ എന്താ വരുന്നത്? മാർജിനലി സ്റ്റേബിളാ വരുന്നത്. നമ്മൾ പറഞ്ഞിട്ട് ബൗണ്ടഡ് ഔട്ട്പുട്ടും ബൗണ്ടഡ് ഇൻപുട്ടും പറഞ്ഞാൽ ബൗണ്ടഡ് ബിഫോർ സ്റ്റേബിൾ ആണെന്ന് പറയാം. പക്ഷെ ഇവിടെ ബൗണ്ടഡ് ഇൻപുട്ടാണ്, അറ്റ് ദ സെയിം ടൈം എന്താണ്? മാർജിനലി സ്റ്റേബിൾ ആണ്. അപ്പോൾ ബൗണ്ടഡ് ഇൻപുട്ടിന്റെ കേസിലും എന്ത് വരാം? മാർജിനലി സ്റ്റേബിൾ വരാം. ഓക്കെ, നമ്മൾ വേറൊരു കേസ് എടുക്കാം. കേസ് 1 എന്ന് ഞാൻ കൊടുത്തോ. അതായത് ബൗണ്ടഡ് ഇൻപുട്ടിന്റെ കേസ് തന്നെയാണ് കേട്ടോ. ബൗണ്ടഡ് ഇൻപുട്ടിന്റെ കേസ് തന്നെ ആർ ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് AT യു ഓഫ് ടി, ശരിയല്ലേ? അതായത് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ യുവർ ആർ ഓഫ് ടി വിൽ ബി ഇത്തരത്തിലാണ് ഗ്രാഫ് വരിക. ഇവിടെ വരും അല്ലേ? ആർ ഓഫ് ടി ഇ റേസ് ടു മൈനസ് AT യു ടി, ശരിയാണല്ലോ? അതായത് ഇവിടുത്തെ ആർ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/s പ്ലസ് എ. ക്ലിയർ? നമ്മൾ സി ഓഫ് എസ് എടുക്കുന്നു എന്ന് വിചാരിക്കും. സി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താ? ആർ ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ്. അതായത് 1/s പ്ലസ് എ ഇൻറ്റു എച്ച് ഓഫ് എസ്. എച്ച് ഓഫ് എസ് എന്ന് പറയുന്നത് എന്താ വരിക? നമ്മളൊരു യൂണിറ്റ് സ്റ്റെപ്പല്ല എടുക്കുന്നത് അല്ലേ? അപ്പോൾ എന്ത് വരും? 1/s വരും. അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 1/a ഇൻറ്റു 1/s മൈനസ് 1/s പ്ലസ് എ. സോ യുവർ ഇക്വേഷൻ വിൽ ബി 1/a. സി ഓഫ് ടി വിൽ ബി 1/a ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് AT യു ടി. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതാണ് വരിക. ഇതാണ് നിങ്ങളുടെ സ്റ്റെപ്പ് ഇൻപുട്ടിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ ഇ റേസ് ടു മൈനസ് AT സി ഓഫ് ടി ഇങ്ങനെയാണ് വരിക. അപ്പോൾ ജസ്റ്റ് ഇത് അനലൈസ് ചെയ്താൽ മതി. ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സി ഓഫ് ടിയും ടീം, സി ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് അല്ലേ? സി ഓഫ് ടിയും ടീം വരച്ചു നോക്ക്. യു വിൽ ബി ഗെറ്റിംഗ് എ കോൺസ്റ്റന്റ് വാല്യൂ ഇവിടെ ഉണ്ടാവും. പിന്നെ ഇങ്ങനെയാണ് ഗ്രാഫ് വരിക. ഓക്കെ, ഇതിൻ്റെ കേസിൽ നമ്മൾ ഈ ഒരു കേസിൽ നമ്മളിവിടെ ബൗണ്ടഡ് ഇൻപുട്ടാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്ത് തന്നെ കിട്ടുന്നുണ്ട്? ഒരു ബൗണ്ടഡ് ഔട്ട്പുട്ട് തന്നെ കിട്ടുന്നുണ്ട്, ശരിയല്ലേ? അപ്പോൾ നമുക്കെന്ത് പറയാം? ഇത് ബിബോ എന്ത് ചെയ്തിട്ടുണ്ട്? സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് നമുക്ക് പറയാം, ശരിയല്ലേ? സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ ഇനി ഇപ്പോൾ സപ്പോസ് നിങ്ങളൊരു റാമ്പാണ് എടുക്കുന്നതെന്ന് വിചാരിക്കും. റാമ്പ് എടുക്കുമ്പോൾ ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു യു ഓഫ് ടി ആർ ഓഫ് ടി, സോറി റാമ്പല്ല, നിങ്ങൾ സ്റ്റെപ്പ് തന്നെ എടുക്കുന്നു. ആർ ഓഫ് ടി ഈക്വൽ ടു യു ഓഫ് ടി എടുക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ആർ ഓഫ് ടി എന്താ വരിക? ഇറ്റ് വിൽ ബി അൺബൗണ്ടഡ് വരിക. കാരണം സി ഓഫ് ടി എന്ന് പറഞ്ഞാൽ എത്ര വരിക? ടി ഇൻറ്റു യു ഓഫ് ടി. അതായത് ഇതെന്തല്ല? ബിബോ സ്റ്റേബിൾ അല്ല, ശരിയല്ലേ? ബിബോ സ്റ്റേബിൾ അല്ല. അപ്പം ഈ ഒരു കേസിൽ നമ്മൾക്ക് പറയുന്ന പോയിന്റ് ഏതാണ്? നിങ്ങളുടെ സ്റ്റെബിലിറ്റി, ഏതിൻ്റെ സ്റ്റേബിൾ? മാർജിനലി സ്റ്റേബിളിൽ 2 കേസ് വരും. അതായത്
ബൗണ്ടഡ് ഇൻപുട്ട് കൊടുത്താൽ അൺബൗണ്ടഡ് ഇൻപുട്ട് വരുന്നുണ്ട്, ബൗണ്ടഡ് ഇൻപുട്ട് കൊടുത്താൽ ബൗണ്ടഡ് ഔട്ട്പുട്ട് വരുന്നതുണ്ട്. അതാണ് അതിൻ്റെ പ്രശ്നം. മനസ്സിലായില്ലേ? എപ്പോഴും നമുക്ക് ബൗണ്ടഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും ബൗണ്ടഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ബൗണ്ടഡ് ഇൻപുട്ട് കൊടുത്താൽ കിട്ടുന്ന സാധനം മാത്രമല്ല, നിങ്ങളെ മാർജിനലി സ്റ്റേബിളിൻ്റെ കേസിൽ ഇങ്ങനെ 2 കേസും വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇത് ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ മാർജിനലി സ്റ്റേബിൾ സിസ്റ്റത്തിന് ഹെഡിങ് കൊടുത്തോ. മാർജിനലി സ്റ്റേബിൾ സിസ്റ്റം produces bounded output. എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന? ബൗണ്ടഡ് ഔട്ട്പുട്ട് ഇഫ് പോൾസ് ഓഫ് ഇൻപുട്ടിൻ്റെ പോൾസും അതുപോലെ പോൾസ് ഓഫ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡു നോട്ട് കോയിൻസൈഡ്. രണ്ടും കോയിൻസൈഡ് ചെയ്യുന്നില്ലെങ്കിൽ ബൗണ്ടഡ് ഔട്ട്പുട്ട് കിട്ടും. ഇതൊരു കണ്ടീഷൻ പോലെ എഴുതി വെച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ അൺബൗണ്ടഡ് ഔട്ട്പുട്ട് ഇഫ് പോൾസ് ഓഫ് ഇൻപുട്ട് ആൻഡ് പോൾസ് ഓഫ് എച്ച് ഓഫ് എസ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കോയിൻസൈഡ്. അപ്പോൾ ഇൻപുട്ടിൻ്റെ പോൾസും ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ പോൾസും കോയിൻസൈഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഔട്ട്പുട്ട് എന്താണ്? അൺബൗണ്ടഡ് ആണ്. ഇനി പോൾസ് ഓഫ് ഇൻപുട്ടും പോൾസ് ഓഫ് ട്രാൻസ്ഫർ ഫംഗ്ഷനും കോയിൻസൈഡ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ബൗണ്ടഡ് ഔട്ട്പുട്ട് ആയിരിക്കും. ഓക്കെ, ഇനി ഇതൊന്നും നിങ്ങൾ ആലോചിക്കുന്നില്ലെങ്കിലും നിങ്ങൾ ഈ ബൗണ്ടഡ് ഇൻപുട്ടും ബൗണ്ടഡ് ഔട്ട്പുട്ട് കണ്ടീഷൻ ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ബൗണ്ടഡ് മാർജിനലി സ്റ്റേബിളിൻ്റെ കണ്ടീഷൻ ആലോചിച്ചാൽ മതി. എന്താണ്? നോൺ റിപ്പീറ്റഡ് പോൾസ് ഓൺ ഇമാജിനറി ആക്സിസ്. നിങ്ങൾ ഈ ബൗണ്ടഡ് ഒന്നും ക്ലിയർ ആയില്ലെങ്കിലും കുഴപ്പമില്ല, ഒറ്റ കാര്യം ഓർത്താൽ മതി. j⍵ ആക്സിസിൽ നോൺ റിപ്പീറ്റഡ് പോൾസ് വരാൻ പാടില്ല. അത്രയേ ഉള്ളൂ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ മാർജിനലി സ്റ്റേബിൾ ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇനി ഒരു കേസും കൂടി പറയാം. ഇഫ് യുവർ എച്ച് ഓഫ് എസ് ഈക്വൽ ടു 1/s², 1/s² ആണെന്ന് വിചാരിക്കും. 1/s² എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒറിജിനിലാണ് നിങ്ങളുടെ പൂൾ ഉള്ളത്. ഒറിജിനിൽ എത്ര പൂളുണ്ടാവും? ഒറിജിനിൽ എത്ര പൂളുണ്ടാവും? 2 ഓർഡർ. അപ്പോൾ 2 പൂൾ ഒറിജിനിലുണ്ട്. ശരിയല്ലേ? ഇത് ഒരു പോൾ ഒറിജിനലാണെങ്കിൽ നിങ്ങൾക്ക് പറയായിരുന്നു അതെന്താണ്? മാർജിനലി സ്റ്റേബിൾ ആണ്. പക്ഷെ 2 പോൾ ഒറിജിനൽ വരുമ്പോൾ ഇഫ് യു ആർ ഡ്രോയിങ്, അതായത് എച്ച് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ 1/s², അതായത് എച്ച് ഓഫ് ടി എന്ന് പറയുന്ന സാധനം എന്താ? ഇറ്റ് ഈസ് ടി ഇൻറ്റു യു ഓഫ് ടി അല്ലേ? അതായത് ഈ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷനാണ്? റാമ്പ് ഫംഗ്ഷനാണ്. ക്ലിയർ? റാമ്പ് ഫംഗ്ഷൻ ആകുമ്പോൾ യുവർ 0 to infinity h of t dt will be tending to infinity. അതായത് സിസ്റ്റം എന്താണ്? അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ അതേ അൺസ്റ്റേബിളിൻ്റെ കേസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ 2 റിപ്പീറ്റ് ചെയ്യുന്ന പോൾസ് എവിടെ വരുന്നു? ഒറിജിനിൽ വരുന്നു. അതായത് ഇങ്ങനെ വന്നാൽ ദിസ് ഈസ് അൺസ്റ്റേബിൾ. ക്ലിയർ? അപ്പോൾ റിപ്പീറ്റഡ് പോൾസ് ഓൺ ഇമാജിനറി ആക്സിസ് വന്ന ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും? അൺബൗണ്ടഡ് ഔട്ട്പുട്ട് ആയിരിക്കും. ക്ലിയർ? നിങ്ങളുടെ ഇൻപുട്ട് ബൗണ്ടഡ് ആണെങ്കിലും നിങ്ങളുടെ ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും? അൺബൗണ്ടഡ് ആയിരിക്കും. അപ്പം അൺബൗണ്ടഡ് ആയതുകൊണ്ട് തന്നെ സിസ്റ്റം എന്താവും? അൺസ്റ്റേബിൾ ആവും. ക്ലിയർ? അപ്പോൾ അതാണ് നിങ്ങൾ ഓർക്കേണ്ട പോയിന്റ് ഇൻ ദിസ് കേസ്. അപ്പോൾ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യുക. ഇതിനെ നിങ്ങൾക്ക് എപ്പോഴും ബൗണ്ടഡ് ഔട്ട്പുട്ടാണ് കിട്ടുന്നതെങ്കിൽ ആ സിസ്റ്റം എന്തായിരിക്കും? സ്റ്റേബിൾ സിസ്റ്റം നമുക്ക് വിളിക്കാം. എപ്പോഴും അൺബൗണ്ടഡ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സിസ്റ്റം എന്താവും? അൺസ്റ്റേബിൾ ആയിരിക്കും. പക്ഷേ ചില സമയത്ത് സംടൈംസ് ബൗണ്ടഡ് ഔട്ട്പുട്ടും സംടൈംസ് അൺബൗണ്ടഡ് ഔട്ട്പുട്ടും ആണെങ്കിൽ നമ്മൾ ആ സിസ്റ്റത്തിനെ വിളിക്കേണ്ട പേരാണ് മാർജിനലി സ്റ്റേബിൾ. ഇതാണ് ഓർത്ത് വയ്ക്കേണ്ട ഡിഫറൻസ്. ക്ലിയർ? അപ്പം അൺബൗണ്ടഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉടനടി ഉറപ്പിക്കുക അത് അൺസ്റ്റേബിൾ ആണ്. ബൗണ്ടഡ് ആണെങ്കിൽ സ്റ്റേബിൾ ആണ്. ചില സമയത്ത് അൺബൗണ്ടഡും ചില സമയത്ത് ബൗണ്ടഡ് ആണെങ്കിൽ നമുക്ക് പറയേണ്ടി വരും ആ സിസ്റ്റം എന്താണ്? മാർജിനലി സ്റ്റേബിൾ ആണെന്ന് പറയേണ്ടി വരും. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു
കേസ്. ക്ലിയർ അല്ല? അപ്പം ഓർത്ത് വയ്ക്കുക, ഇമാജിനറി ആക്സിസിൽ റിപ്പീറ്റർ ആയിട്ട്, ഇതാണ് നമ്മൾ പോയിന്റ്, റിപ്പീറ്റർ ആയിട്ട് പോൾസ് വരുവാണെങ്കിൽ ആ സിസ്റ്റം എന്തായിരിക്കും? അൺസ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു കേസ്, your h of s equal to if you are having s ഒരു 5s ഡിവൈഡഡ് ബൈ s സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ, ഇങ്ങനെയാണെന്ന് വിചാരിക്കും. ഓക്കെ, ഇങ്ങനെയാണെന്ന് വിചാരിക്കും. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മളെ പൂൾ ആക്സിസിൽ വരക്കും വരിക? സിഗ്മ ജെ ഒമേഗ. നിങ്ങളെ പൂൾസ് എത്ര വരിക? എസ് പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര വരിക? പ്ലസ് ഓർ മൈനസ് ജെ ബി അല്ലേ? അത് നമുക്കിങ്ങനെ വരച്ച് പോയാൽ മതിയായിരുന്നു. ഏത്? എസ് പ്ലസ് നമ്മുടെ എസ് പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. പക്ഷെ ഇവിടെ എന്താ? ബി സ്ക്വയറിൻ്റെ സ്ക്വയർ. അതായത് ഇവിടെ ഇതിലിവിടെ നിൽക്കുമോ? ഇല്ല, ഇവിടെ ഒരെണ്ണം കൂടി വരും. അപ്പം 4 പോള് വരും മൊത്തത്തിൽ, ശരിയല്ല? അപ്പം ജെ ബിന്റെ 4 പോളുകൾ വരും. ജെ ബിന്റെ 2 പോളും മൈനസ് ജെ ബിന്റെ, അപ്പം മൊത്തം 4 പോള് വരും. എന്താ പ്രശ്നം? ഇമാജിനറി ആക്സിസിൽ ഒരു പോള് വന്നാൽ പ്രശ്നമല്ലായിരുന്നു. അതിന് നമുക്ക് മാർജിനൽ സ്റ്റേബിൾ എന്ന് പറയാം. ഇമാജിനറി ആക്സിസിൽ റിപ്പീറ്റഡ് പോൾ ഇതാ പിന്നെയും വന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം എന്താണ്? അൺസ്റ്റേബിൾ ആണ്. അതായത് റിപ്പീറ്റഡ് പോൾസ് ഓൺ ഇമാജിനറി ആക്സിസ്, റിപ്പീറ്റഡ് പോൾസ് ഓൺ ഇമാജിനറി ആക്സിസ് മേക്സ് ദ സിസ്റ്റം അൺസ്റ്റേബിൾ. റിപ്പീറ്റഡ് പോൾസ് വന്നു കഴിഞ്ഞാൽ, ഇമാജിനറി ആക്സിൽ വന്നാൽ സിസ്റ്റം എന്താവും? അൺസ്റ്റേബിൾ ആവും. ഓക്കെ, ഒരെണ്ണം കൂടി നോക്കാം. എച്ച് ഓഫ് എസ് ഈക്വൽ ടു 1/s മൈനസ് എ. അതായത് എച്ച് ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും? ഇ റേസ് ടു എ ടി. ഓക്കെ, അപ്പം ഇത് സിഗ്മ ജെ ഒമേഗ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും മൈനസ് എ അല്ലേ? അത് എസ് ഈക്വൽ ടു എ. ഇവിടെയാണ് എ വരിക. എച്ച് ഓഫ് ടി വരയ്ക്കുകയാണെങ്കിൽ എച്ച് ഓഫ് ടി ടി നിങ്ങൾ 0 ഇൻഫിനിറ്റി കൊടുക്കുക. അപ്പോൾ 0 എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു യു വിൽ ഗെറ്റിംഗ് 1. ഇ റേസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ഇൻഫിനിറ്റി വാല്യൂ അല്ലേ? അപ്പോൾ എത്ര കിട്ടും? ഈ ഒരു തരത്തിലാണ് നിങ്ങളുടെ ഗ്രാഫ് വരിക. അപ്പം ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞത് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഉടനടി പറയാം ഇതെന്താണ്? അൺസ്റ്റേബിൾ ആണ്. നമ്മൾ പറഞ്ഞു പോൾസ് ലൈങ് ഓൺ ദ റൈറ്റ് ഓഫ് പ്ലെയിൻ. റൈറ്റ് ഓഫ് പ്ലെയിനിലാണെങ്കിലും സിസ്റ്റം എന്താണ്? അൺസ്റ്റേബിൾ ആണ്. ഇതാണ് അടുത്തൊരു കേസ്. ലാസ്റ്റ് കേസ്, എച്ച് ഓഫ് എസ് ഈക്വൽ ടു 1/s മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണെങ്കിൽ നിങ്ങൾ പോൾസ് നിങ്ങൾ എഴുതുവാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് സിഗ്മ ജെ ഒമേഗ എഴുതിയ യു വിൽ ബി ഗെറ്റിംഗ്, ഇതാണ് നിങ്ങളുടെ എ എന്ന വാല്യൂ, ഇതാണ് ജെ ബി, ഇതാണ് മൈനസ് ജെ ബി. ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ യുവർ പോൾസ് വിൽ ബി മൈനസ് എ പ്ലസ് ജിയും മൈനസ് പോൾസ് വിൽ ബി മൈനസ് എ പ്ലസ് ജെ ബിയും മൈനസ് എ മൈനസ് ജെ ബിയും. ഇതാണ് നിങ്ങളുടെ പോൾസ് വരിക. ശരിയല്ലേ? ഇങ്ങനെയാണ് പോൾസ് വരുന്നതെങ്കിൽ വാട്ട് വിൽ ബി ദ റെസ്പോൺസ്, അല്ലെങ്കിൽ റെസ്പോൺസ് അല്ല, വാട്ട് വിൽ ബി ദ എഫക്റ്റ്. ഇങ്ങനെയാണ് നിങ്ങളുടെ പോൾസ് വരുന്നതെങ്കിൽ ദ സിസ്റ്റം വിൽ ബി അൺസ്റ്റേബിൾ. കാരണം എന്താ? ഇതിൽ വേറെ ഒന്നും ചിന്തിക്കാനില്ല. സാധനം ഏതിലാണ് വരുന്നത്? റൈറ്റ് ഓഫ് പ്ലെയിനിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി പറയാം ആ സിസ്റ്റം എന്തായിരിക്കും? അൺസ്റ്റേബിൾ സിസ്റ്റം ആയിരിക്കും. ക്ലിയർ? ആ സിസ്റ്റം എന്തായിരിക്കും? അൺസ്റ്റേബിൾ സിസ്റ്റം ആയിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് സ്റ്റെബിലിറ്റീനെ കുറിച്ച് പഠിക്കാൻ. ജനറലി ഞാനൊന്ന് ക്ലാസിഫൈ ചെയ്യാം. ഇവിടെ 3 കണ്ടീഷനും എഴുതി വയ്ക്കാം നമുക്ക്. അതോടുകൂടി നമുക്കിത് ക്ലിയർ ആവും. ആദ്യത്തെ കേസ് സ്റ്റേബിൾ സിസ്റ്റം, രണ്ടാമത്തെ കേസ് മാർജിനലി സ്റ്റേബിള്, മൂന്നാമത്തത് അൺസ്റ്റേബിള്. എല്ലാ സ്ഥലത്തും നിങ്ങൾ ബൗണ്ടഡ് ഇൻപുട്ടാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ബൗണ്ടഡ് ഇൻപുട്ടാണ് നിങ്ങൾ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. നിങ്ങൾ ബൗണ്ടഡ് ഇൻപുട്ട് ആദ്യം സ്റ്റേബിൾ സിസ്റ്റത്തിൽ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ബൗണ്ടഡ് ഔട്ട്പുട്ട് ആയിരിക്കും. നിങ്ങൾ മാർജിനൽ സ്റ്റേബിളിൽ കൊടുത്താൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടാം? 2 എണ്ണം കിട്ടാം. ഏതൊക്കെ? ബൗണ്ടഡ് ഔട്ട്പുട്ടും കിട്ടാം, അതുപോലെ അൺബൗണ്ടഡ് ഔട്ട്പുട്ടും കിട്ടാം.
ശരിയല്ലേ? ഇനി അൺസ്റ്റേബിൾ സിസ്റ്റത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏതേ കിട്ടുള്ളൂ? അൺബൗണ്ടഡ് ഔട്ട്പുട്ടേ കിട്ടുള്ളൂ. ഇനി എങ്ങനെയൊക്കെയാണ് ഒരു സിസ്റ്റം സ്റ്റേബിൾ ആണെന്ന് പറയാം? ഒരു കണ്ടീഷനേ ഉള്ളൂ, ഓൾ പോൾസ് ഇൻ ലെഫ്റ്റ് ഹാഫ് പ്ലെയിൻ, എല്ലാ പോൾസും ലെഫ്റ്റ് ഹാഫ് പ്ലെയിനിലായാൽ മതി. ഇനി എപ്പോഴാണ് മാർജിനലി സ്റ്റേബിൾ ആവുക? പോൾസ് ലെഫ്റ്റ് ഹാഫ് പ്ലെയിനിലാവാം, പ്ലസ് എന്തായിരിക്കണം അത്? നോൺ റിപ്പീറ്റഡ് പോൾസ് ഓൺ ഇമാജിനറി ആക്സിസ്. ഓക്കെ, നോൺ റിപ്പീറ്റഡ് പോൾസ് ഓൺ ഇമാജിനറി ആക്സിസ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലെഫ്റ്റ് ഹാഫ് പ്ലെയിൻ വേണമെന്നില്ല, നമുക്ക് നോൺ റിപ്പീറ്റഡ് പോൾസ് ഓൺ ഇമാജിനറി ആക്സിസ് ആണ് കൂടുതലായിട്ടും നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരിക. ഇനി അൺബൗണ്ടഡ് ഇൻപുട്ട് ആണെങ്കിലോ ഔട്ട്പുട്ട് ആണെങ്കിലോ എന്തായിരിക്കണം? അറ്റ്ലീസ്റ്റ് 1 പോൾ ഓൺ RHP, റൈറ്റ് ഹാഫ് പ്ലെയിനിൽ ഒരു പോളെങ്കിലും ഉണ്ടെങ്കിൽ ആ സിസ്റ്റം എന്താണ്? അൺബൗണ്ടഡ് ഔട്ട്പുട്ട് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറയാം? അതായത് സിസ്റ്റം എന്താണ്? അൺസ്റ്റേബിൾ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് വരുന്നത്? നമ്മുടെ കണ്ടീഷൻ ഫോർ യുവർ സ്റ്റെബിലിറ്റി ആയിട്ട് നമുക്ക് വരുന്നത്. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ സ്റ്റെബിലിറ്റി കണ്ടീഷൻസ്. ഇത്തരത്തിലാണ് നമ്മൾ സ്റ്റെബിലിറ്റിയെ ക്ലാസിഫൈ ചെയ്യുന്നത്, നമ്മൾ സ്റ്റെബിലിറ്റിയെ അനലൈസ് ചെയ്യുന്നതും. 3 സ്റ്റേബിളുകൾ: സ്റ്റേബിൾ, മാർജിനൽ സ്റ്റേബിൾ, അൺസ്റ്റേബിൾ. ഇതുപോലത്തെ ക്വസ്റ്റ്യനുകൾ ഗ്രാഫ് വരച്ചിട്ടും ചോദിക്കാം, അല്ലാതെയും ചോദിക്കാം. വെറുതെ വാല്യൂസ് തന്നു കഴിഞ്ഞാൽ ലാപ്ലാസ് എടുത്ത് ഇൻവേഴ്സ് ലാപ്ലാസ് എടുത്ത് നമുക്ക് എന്ത് ചെയ്യണം പറ്റണം? കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കണം. ഓക്കെ, അപ്പോൾ സ്റ്റെബിലിറ്റി ക്ലിയർ ആയിരുന്നിരിക്കും. ഇത് സ്റ്റെബിലിറ്റീൻ്റെ ഒരു പാർട്ടാണ്. ഇനി അടുത്ത പാർട്ട് എന്ന് പറയുന്നത് പുതിയൊരു കൺസെപ്റ്റാണ് ആക്ച്വലി. അത് സ്റ്റെബിലിറ്റിയെ നമ്മൾ എസ് ഡൊമൈനിൽ അല്ലെങ്കിൽ നമ്മുടെ എസ്ക്വയർ ടേമിലും മറ്റുള്ള കാര്യങ്ങളും എഴുതിയിട്ടുള്ളതാണ്. അതിന് പ്രത്യേക ഒരു സ്റ്റെബിലിറ്റി കാണുന്ന കണ്ടീഷനുകളുണ്ട്. അതിൻ്റെ പേരാണ് റൂത്ത് ഹാർവിറ്റ്സ് ക്രൈറ്റീരിയ. റൂത്ത് ഹാർവിറ്റ്സ് ക്രൈറ്റീരിയ. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഇന്ന് പറയാനുള്ളൂ. ഹോപ്പ് സ്റ്റെബിലിറ്റി ഈസ് ക്ലിയർ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ റൂത്ത് ഹാർവിറ്റ്സ് ക്രൈറ്റീരിയ ആയിട്ട് വരാം. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.